നമസ്കാരം. ബസ്സിന് മുകളിൽ ആൽമരം വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മമ്പാട് തെക്കുംപാടം കുറുങ്കാട്ടിൽ ശ്രീമാനിവാസിൽ കെ അതുൽദേവാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് ആൽമരം വീണായിരുന്നു അപകടം. മൂർക്കനാട് ITIയിൽ വിദ്യാർത്ഥിയായിരുന്നു. ITIയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 വണ്ടൂരിനും പോരൂരിനും ഇടയിൽ പുളിയക്കോടാണ് കൂറ്റൻ ആൽമരം ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് വീണത്. കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് വിവരം. ബസിന്റെ പിൻവശത്ത് മുകൾ ഭാഗം തകർന്ന് സീറ്റിനടിയിൽ കുടുങ്ങിയ അതുൽദേവിനെ അരമണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ. തെക്കുംപാടം കുറുങ്കാട്ടിൽ മുരളിയുടെയും താരയുടെയും മകനാണ്. ശ്രീലക്ഷ്മി, അമൽദേവ്, കമൽദേവ്, വിമൽദേവ് എന്നിവർ സഹോദരങ്ങളാണ്. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിൽ ഓരോ വീടും പൂർണ്ണമായി തകർന്നു. 6 താലൂക്കുകളിലായി 124 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മല്ലപ്പള്ളി, കോന്നി താലൂക്കുകളിലായി 2 ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചു. ഇന്നലെ പകൽ മഴയ്ക്ക് ശമനമുണ്ടായി. മൂഴിയാർ ഡാമിന്റെ തുറന്ന ഷട്ടർ അടച്ചു. മണിമലയാറിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്ന സ്ഥിതി തുടരുന്നു.